ഈ യാത്ര ഒരു തലതിരിഞ്ഞ യാത്രയാണ്. തലതിരിഞ്ഞ യാത്ര എന്ന് പറയാൻ ഒരു റീസൺ ഉണ്ട്, അത് ഞാൻ വഴിയെ പറയാം. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ്. ഇതിൻ്റെ ഒരു സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടറും എൻക്വയറി ഒക്കെ വരുന്നത്. നമ്മൾ ട്രെയിൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വരുമെന്ന് ഡിസ്പ്ലേ നോക്കി മനസ്സിലാക്കി. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ആയത് ഏതായാലും നന്നായി, അടുത്ത് തന്നെ ആണല്ലോ. അതുകൊണ്ട് ആ സൈഡിലായിട്ട് കിടക്കുന്ന ട്രെയിനാണ് നമ്മുടെ ചെന്നൈ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോ. പാലക്കാട് നിന്ന് ചെന്നൈ വരെ നമ്മളെ കൊണ്ടുപോകുന്ന ഈ ലോക്കോയാണ് ഈറോഡ് ഇലക്ട്രിക് ലോക്കോ ഷെഡിൻ്റെ ലോക്കോയാണ്. ഇത് കുറച്ച് പഴയ ലോക്കോയെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മുടെ ട്രെയിൻ ഒരു പഴയ ICF കോച്ചൊക്കെ ഇട്ട് വരുന്ന ഒരു ട്രെയിനാണ്. ഇത് LHPയിലൊക്കെ എന്ന് കൺവെർട്ട് ആകുമെന്ന് അറിയില്ല, പക്ഷേ പഴയ കോച്ചുകളാണ് ഈ ട്രെയിനിൽ മിക്കവാറും എല്ലാം യൂസ് ചെയ്യുന്നത്. ICF കോച്ചുകളാണ്. പാലക്കാട് നിന്ന് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് വയ പൊള്ളാച്ചി, പളനി, ഡിണ്ടിഗൽ ആ വഴി പോകുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ട്രെയിൻ ചെന്നൈക്ക് പോകുന്നത്. ഇനി നമുക്ക് ഈ ട്രെയിനിൻ്റെ ഓരോ കോച്ചുകളെ പരിചയപ്പെടാം. ഇത് ട്രെയിനിൻ്റെ ലോക്കൽ കോച്ചാണ്. ഇതിൽ വലിയ തിരക്കൊന്നും കാണുന്നില്ല. നോർമൽ ചെന്നൈക്ക് പോകുന്ന ട്രെയിനിലൊക്കെ നല്ല തിരക്കാണ്. പ്രത്യേകിച്ച് ഈ ബംഗാളി ചേട്ടന്മാരെ കൊണ്ട് ഭയങ്കര തിരക്കാണ്. ചെന്നൈക്ക് പോകുന്ന എല്ലാ ട്രെയിനും നോക്കിയാൽ മതി, നല്ല തിരക്കാണ്. പക്ഷേ ഇതിൽ ഇങ്ങനെ കറങ്ങി പോകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിൽ വലിയ തിരക്കൊന്നും കാണുന്നില്ല. എല്ലാം തിരക്കില്ലാതെ ഒരു ട്രെയിൻ ഇരിക്കട്ടെ ചെന്നൈക്ക് അല്ലേ. ഇതാണ് നമ്മുടെ കോച്ച്. സെക്കൻഡ് AC ആണ്. 2005 ഉണ്ടാക്കിയ 20 വർഷം പഴക്കമുള്ള അതിപുരാതനമായ ഒരു കോച്ചാണ് ഇന്ന് നമുക്ക് ചെന്നൈക്ക് ട്രാവൽ ചെയ്യാൻ കിട്ടിയത്. അടിപൊളിയല്ലേ? 20 വർഷം അതിപുരാതനമായ ആ കോച്ചിലേക്ക് കയറിയ എനിക്ക് ആ ഫ്രഷ്നെസ് ഇല്ലായ്മ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ സീറ്റ്. സൈഡ് ലോവറാണ്. എൻ്റെ ഫേവററ്റ് സീറ്റും ഈ സൈഡ് ലോവർ തന്നെയാണ്. കറക്റ്റ് 4:10 തന്നെ നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ ചെന്നൈയിലേക്ക്. നാളെ രാവിലെ 4:05 ആകുമ്പോൾ ചെന്നൈ സെൻട്രലിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് ഇതിൻ്റെ സമയം. ഈ സൈഡിൽ കാണുന്നുണ്ടോ, ഇതാണ് പാലക്കാട് ജംഗ്ഷനിലെ പാർക്കിംഗ് യാർഡ്. അത്യാവശ്യം വലുതാന്ന് തോന്നുന്നു കണ്ടിട്ട്. അതുകൊണ്ട് ആ ട്രെയിൻ പോകുന്ന ലൈൻ കണ്ടോ, ആ ലൈനാണ് ഷൊർണൂർ തൃശ്ശൂരൊക്കെ പോകുന്ന മെയിൻ ലൈൻ. നമ്മളിവിടുന്ന് ഡൈവേർഷൻ എടുത്ത് നേരെ പൊള്ളാച്ചി ലൈനിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ പാലക്കാട് ടൗൺ വഴി പൊള്ളാച്ചി, ഡിണ്ടിഗൽ റൂട്ടൊക്കെ ഈ ലൈൻ വഴിയാണ് പോകുന്നത്. നമ്മുടെ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ ഈ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പുള്ളത്. ഈ സ്റ്റേഷൻ്റെ കോഡ് വന്ന് PJTN എന്നാണ്. സ്ലീപ്പർ കോച്ചിൽ വെറുതെ ഒന്ന് കയറി നോക്കിയതാണ്. ഫുള്ള് കാലിയാണ് പാലക്കാടെന്ന്. ഇത് കൂടുതലും യാത്രക്കാർ പൊള്ളാച്ചി, പളനി, ഡിണ്ടിഗൽ ആ സൈഡിൽ നിന്ന് ചെന്നൈക്ക് പോകാനാണെന്ന് തോന്നുന്നു. ഈ ട്രെയിനിൻ്റെ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ ഈ കോച്ചിൻ്റെ ഇതെല്ലാം ഫുള്ളായിട്ടാണ് കാണിക്കുന്നത്. ഫസ്റ്റ് AC ഉള്ള ഒരു അടിപൊളി ട്രെയിനാണിത്. ഇതാണ് ഈ ട്രെയിനിൻ്റെ ഫസ്റ്റ് AC. ചെന്നൈ ഡിവിഷൻ്റെ അണ്ടറിലായതുകൊണ്ട് ഇതിൽ ഫസ്റ്റ് AC വന്നു. പക്ഷേ കേരളത്തിൽ 2 ഡിവിഷനുണ്ട്. ഈ 2 ഡിവിഷൻ്റെ അണ്ടറിൽ ഒരു ട്രെയിനിലും ഫസ്റ്റ് AC ഇല്ല. എന്തുകൊണ്ടാണ് കേരളത്തിലെ 2 ഡിവിഷനിലും ഫസ്റ്റ് AC ഇല്ലെന്നുള്ളത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതാണ് ഈ ട്രെയിനിൻ്റെ കൂപ്പ്. 2 പേർക്ക് കംഫർട്ടായിട്ട് നല്ല പ്രൈവസിയോട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സെറ്റപ്പ് അല്ലേ ഇത്. കൂപ്പയുടെ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇത് അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടോ, അത് അപ്പർ ബർത്തിലേക്ക് കംഫർട്ടായിട്ട് കയറാനാണ്. ഇത് ഫസ്റ്റ് AC മാത്രമേ കാണാറുള്ളൂ. പിന്നെ താഴെ ഡസ്റ്റ്ബിൻ കണ്ടോ, കച്ചറയൊക്കെ ഇടാനായിട്ട്. പിന്നെ ഇതിൻ്റെ ബ്ലാങ്കറ്റും പില്ലോ കവറും എന്ത് നല്ല രസമുണ്ട്. സാധാരണ നോർമൽ AC കോച്ച് കിട്ടുന്നത് പോലെയല്ല ഫസ്റ്റ് ACയിൽ. കണ്ടില്ലേ, ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടോ, നമുക്ക് ഈ കോച്ചിനകത്ത് തന്നെ ഇരുന്ന് അറിയാം ബാത്റൂം വേക്കൻ്റ് ഉണ്ടോ ഇല്ലയെന്ന്. ഫസ്റ്റ് ACയിൽ ഇനിയൊരു സെറ്റപ്പും കൂടെ ഉണ്ട്, ക്യാബിൻ. അതും കൂടെ നമുക്കൊന്ന് കാണാം. ഇത് ഫസ്റ്റ് AC-യുടെ ക്യാബിൻ സെറ്റപ്പാണ്. ഇത് മൊത്തം 4 പേർക്ക് യാത്ര ചെയ്യാം. ഒരു ഫാമിലി ഉദ്ദേശിച്ചിട്ടാണ് ഈ 4 പേരെന്ന് ഉള്ള ക്യാബിൻ സെറ്റപ്പ് തന്നെ വന്നത്. ഇവിടെ 2 പേര്, ഒരു ലോവർ ഒരു അപ്പർ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു ലോവർ ഒരു അപ്പർ. ഒരു ഫാമിലി ഉണ്ടെങ്കിൽ വളരെ കംഫർട്ടായിട്ട് നല്ല പ്രൈവസിയിൽ യാത്ര ചെയ്യാൻ ക്യാബിനിൽ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഡോഗൊക്കെ ഉണ്ടെങ്കിൽ ഡോഗിനെയൊക്കെ ഈ ഫസ്റ്റ് AC കൊണ്ടുപോകാൻ കേട്ടോ. ഡോഗിനെ ആകെ അലൗഡ് ഉള്ളത് ഈ ഫസ്റ്റ് AC മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് AC ബുക്ക് ചെയ്യുമ്പോൾ ഡോഗിനും കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം
എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അറിയാവുന്നവർ ഡോഗിനെ കൊണ്ടുപോയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അടിച്ചു തരാം കേട്ടോ. ഇതാണ് ഈ ട്രെയിനിലെ ഏറ്റവും അടിപൊളി സെറ്റപ്പ്. ഇതൊരു ഷവറാണ്. ഈ ഷവർ ഫസ്റ്റ് AC മാത്രമേ കാണാറുള്ളൂ. ഇവിടെ നിന്ന് നമുക്ക് കുളിച്ച് ഫ്രഷായി നല്ല അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം. നമ്മൾ ഡൽഹിക്ക് വന്ന ട്രിവാൻഡ്രം രാജധാനിയിലും ഇതേമാതിരി ഫസ്റ്റ് AC ഒരു ഷവർ സെറ്റപ്പ് ഉണ്ട്. ആ 2 ദിവസത്തെ യാത്രയിൽ നമുക്കിതൊക്കെ യൂസ് ചെയ്ത് നല്ല അടിപൊളി ഫ്രഷായിട്ട് യാത്ര ചെയ്യുന്നതാണ്. ഇത് ഫസ്റ്റ് AC മാത്രമേ കാണാറുള്ളൂ. അടിപൊളിയല്ലേ ഈ സെറ്റപ്പ്? ഫസ്റ്റ് ACയിലെ ബാത്റൂമും കൂടെ നോക്കാം. കുഴപ്പമില്ല, നല്ല നീറ്റായിട്ടുള്ള അടിപൊളി ബാത്റൂമാണ് കേട്ടോ. ചെന്നൈ ഡിവിഷൻ്റെ അണ്ടറിലല്ലേ, അപ്പം മോശമാവാൻ വഴിയില്ല. പിന്നെ ഫസ്റ്റ് ACയും കൂടെ അല്ലേ, അടിപൊളിയാണ്. ട്രെയിൻ ഇപ്പം നല്ല സ്പീഡിൽ പറവർന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാടിൻ്റെ ഗ്രാമീണ സൗന്ദര്യം, ഗ്രാമീണ ഭംഗിയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ പാലക്കാട് വഴി സഞ്ചരിച്ചവർക്കറിയാം ഈ പാലക്കാട് ഗ്രാമത്തിൻ്റെ സൗന്ദര്യവും ഭംഗിയൊക്കെ. വളരെ മനോഹരമായ സ്ഥലമാണ് പാലക്കാടിൻ്റെ ഗ്രാമങ്ങൾ. പക്ഷേ പാലക്കാടിന് കേരള ടൂറിസത്തിൽ അത്ര പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയായിട്ട് അറിയത്തില്ല. മൂന്നാറിനും ആലപ്പുഴയ്ക്കും കോവളത്തിനൊക്കെ കിട്ടിയ അത്ര പ്രൊമോഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കൊല്ലങ്കോട് ആ സൈഡിലൊക്കെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറച്ച് ഫേമസ് ആയിട്ടുണ്ട് പാലക്കാടിൻ്റെ ഗ്രാമ സൗന്ദര്യം ഭംഗികളൊക്കെ. കൊല്ലങ്കോടും നെല്ലിയാമ്പതിയൊക്കെ പാലക്കാടത്തെ ഇപ്പോൾ മെയിൻ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അവിടെ സന്ദർശിക്കാനായിട്ട് എത്തുന്നുണ്ട്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന സ്റ്റേഷൻ ഏതാണെന്ന് മനസ്സിലായോ? നമ്മൾ ഒരുപാട് സിനിമകളിലും ഒരുപാട് റീൽസിലും ഒക്കെ കണ്ട് ഫേമസ് ആയ പാലക്കാടത്തെ ആ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായോ ഇത് ഏത് റെയിൽവേ സ്റ്റേഷനാണ്? ഇതാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. എത്രയെത്ര സിനിമകളിൽ നമ്മൾ കണ്ട റെയിൽവേ സ്റ്റേഷനാണ്. പഴയ സിനിമ മുതൽ പുതിയ സിനിമയിലെ എല്ലാത്തിലും കണ്ട ആ ഒരു എന്താ പറയുന്നത് ആ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ പണ്ടത്തെ പ്രതാപമൊന്നും ഇപ്പോൾ ഈ സ്റ്റേഷനില്ല. ഇവിടുത്തെ മരങ്ങളൊക്കെ വെട്ടി, ഇലക്ട്രിഫിക്കേഷൻ കാരണം മരങ്ങളും കാര്യങ്ങളൊക്കെ വെട്ടി ആ പഴയ ഒരു സൗന്ദര്യമൊന്നും ഇപ്പം ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ പറ്റുന്നില്ല. പണ്ട് എന്ത് അടിപൊളിയായിരുന്ന സ്റ്റേഷനായിരുന്നു, ഇപ്പം കണ്ടില്ലേ? പോലെയാണ് നമ്മുടെ ആ നിലമ്പൂർ റൂട്ടിലും ഇലക്ട്രിഫിക്കേഷൻ കാരണം അവിടുത്തെ തേക്കെല്ലാം വെട്ടിക്കൊണ്ട് ആ പഴയ ഭംഗിയെല്ലാം അങ്ങ് പോയി കിട്ടി. പാസ് ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ മുകളിലൂടെയാണ്. ഇതാണ് ഭാരതപ്പുഴ. ഒരു കാര്യം പറയുമ്പോൾ പാലക്കാടിന് ഈ ഗ്രാമീണ ഭംഗി നൽകുന്നതിൽ ഈ തെങ്ങും തോപ്പുകൾക്ക് ഒരു വളരെ പ്രാധാന്യം തന്നെയുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തെങ്ങുംകല്ല് ഉൽപ്പാദിപ്പിക്കുന്നതും പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെയാണ്. ഈ ഏരിയയിലൊക്കെ വന്നാൽ കൂടുതലായിട്ടും കണ്ടു തെങ്ങിന് വേണ്ടി തന്നെ സെപ്പറേറ്റ് തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. ഇങ്ങനെ തെങ്ങൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുന്നത് കാണാനായിട്ട് തന്നെ. വെറുതെ അല്ല കേരളത്തെ കേരനിരകളുടെ നാട് എന്ന് പറയുന്നത്. നമുക്കിതത്ര പുതുമയുള്ള കാഴ്ചയൊന്നും അല്ലെങ്കിലും വിദേശത്തു നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഇത് കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. പക്ഷേ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ടൂറിസം പ്രൊമോഷനാക്കി എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് കേരള ടൂറിസം എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഒരു ടൂറിസം സെറ്റപ്പാക്കി ഇതൊക്കെ കറക്റ്റ് എക്സ്പ്ലോർ ചെയ്യുവാണെങ്കിൽ അടിപൊളിയായേനെന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. ഞാൻ ആ വരുന്ന ലൈൻ കണ്ടോ? ആ സൈഡിലൂടെ വരുന്ന ലൈനാണ് കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചിയിലേക്കുള്ള ലൈൻ. ഈ പൊള്ളാച്ചി ഒരു ജംഗ്ഷനാണ്. ഇവിടുന്ന് രണ്ടായിട്ട് ഡൈവേർട്ട് ചെയ്യുകയാണ്. വലത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ കോയമ്പത്തൂരും ഇടത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ പാലക്കാടും. അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റോപ്പായ പൊള്ളാച്ചി ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പൊള്ളാച്ചി ജംഗ്ഷൻ. പൊള്ളാച്ചി ജംഗ്ഷനെ കുറിച്ച് പിന്നെ പറയേണ്ടതില്ലല്ലോ. കേരളത്തിലേക്ക് പച്ചക്കറി വരുന്ന ഒരു നല്ല ശതമാനം ഇവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ പൊള്ളാച്ചി ജംഗ്ഷൻ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിന് 3 മിനിറ്റാണ് സ്റ്റോപ്പുള്ളത്. പൊള്ളാച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു സിനിമയുടെ ഒരു ലൊക്കേഷൻ കൂടിയാണ് പൊള്ളാച്ചി. എത്ര സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു പ്ലേസാണെന്നറിയാം പൊള്ളാച്ചി. പൊള്ളാച്ചി വന്ന് സദേൺ റെയിൽവേ പാലക്കാട് ഡിവിഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരു NST5 കാറ്റഗറിപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ മൊത്തം 3 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. പണ്ട് ഈ റൂട്ടിലൊക്കെ മീറ്റർ ഗേജ് ആയിരുന്നു. ഇപ്പോൾ ഒരു 5-8 വർഷം ആയതേ ഉള്ളൂ ഇത് ബ്രോഡ് ഗേജ് ആക്കിയിട്ട്. ഇപ്പോൾ ഇത് ഇലക്ട്രിഫിക്കേഷനുമായി ഈ ലൈനിൽ അത്യാവശ്യം ട്രെയിനൊക്കെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. പാലക്കാട് വിട്ട് പൊള്ളാച്ചി വന്നപ്പം കാഴ്ചകൾക്ക് മാറ്റമൊന്നുമില്ല. സെയിം തെങ്ങുംതോപ്പും സംഭവങ്ങളും പാലക്കാട് കണ്ട അതേ കാഴ്ചകൾ തന്നെയാണ് പൊള്ളാച്ചിയിലും കാണാൻ സാധിക്കുന്നത്. പക്ഷേ കേരളത്തിൽ കാണാത്ത ചില കാഴ്ചകളൊക്കെ ഇവിടെ കാണാൻ പറ്റും.
ഇവിടെ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഇൻഡസ്ട്രീസും ചെറിയ ചെറിയ ഫാക്ടറീസും ഒക്കെ കാണാൻ പറ്റും. കുടിൽ വ്യവസായം പോലെയുള്ളതും അങ്ങനെയുള്ളതെല്ലാം. അതുകൊണ്ട് ഈ സാധനം കൊണ്ട് എൻ്റെ കൈ മുറിഞ്ഞായിരുന്നു. ഡോറ് തുറക്കാൻ ശ്രമിക്കുമ്പോഴാണ് കൈ മുറിഞ്ഞത്. റെയിൽവേ എന്ത് കെയർലെസ് ആയിട്ടാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. 20 വർഷം പഴക്കമുള്ള കോച്ചല്ലേ, പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ഡോർ അങ്ങോട്ട് തുറക്കത്തില്ല കേട്ടോ. ഡോറ് തുറക്കാത്തതിൻ്റെ റീസണും കോച്ചിൻ്റെ പഴക്കം തന്നെ. ഈ ഡോറിൻ്റെ താഴത്തെ ഫ്ലോർ മാറ്റ് ശ്രദ്ധിച്ചാൽ മതി. ഫ്ലോർ മാറ്റ് കണ്ടോ? ഫ്ലോർ മാറ്റ് കാരണമാണ്, ഫ്ലോർ മാറ്റെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് അതിൽ തടസ്സം നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഡോറ് തുറക്കാൻ പറ്റാത്തത്. കോച്ചിൻ്റെ കാലപ്പഴക്കം തന്നെ ഇതിൻ്റെ മെയിൻ റീസണും. പൊള്ളാച്ചിയൊക്കെ കഴിഞ്ഞിട്ടും എൻ്റെ കോച്ച് ഇപ്പോഴും കാലിയായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളാകുന്ന പൊള്ളാച്ചി എവിടെ നിന്നൊന്നും അല്ലെന്ന് തോന്നുന്നു. എവിടുന്ന് ഫുള്ളാകുന്നെന്ന് നമുക്കൊന്ന് നോക്കാൻ വഴിയേ. ഇങ്ങനെ കർട്ടനൊക്കെ അടച്ചിട്ടിട്ട് സൈഡിൽ ഓവർ ബർത്തിൽ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക ഫീല് തന്നെ അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സെക്കൻഡ് എ സിയിൽ ഈ സൈഡിൽ ഓവർ ബർത്ത് കിട്ടിയാൽ യാത്ര ചെയ്യാൻ. ഇങ്ങനെ പ്രൈവസി ആയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് ആരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാതെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇതേപോലെയാണ് സെക്കൻഡ് എ സിയിലെ ലോവർ അപ്പർ ബർത്തിലും. ഒരു ഫാമിലി ആയിട്ടൊക്കെ പോകുന്നവർ 4 പേര് പോകുന്നവർക്ക് നല്ല പ്രൈവസിയോടുകൂടി ഇതേ കർട്ടനൊക്കെ ഇട്ട് നല്ല എന്താ പറയുന്നത് എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബർത്ത് തന്നെയാണ്. 4 പേരുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. നല്ല എൻജോയ്മെൻ്റ് ആയിട്ട് ലോങ് ജേർണിയൊക്കെ പോകുമ്പോൾ അടിപൊളിയായിരിക്കും ഈ ഒരു സെക്കൻഡ് എ സിയിലെ ഈ ഒരു 4 പേരുള്ള ഈ സെറ്റപ്പ്. പക്ഷേ ഒരു ഫാമിലി 4 പേരൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം. ഇതാണ് നമ്മുടെ യാത്രയുടെ ഒരു മെയിൻ ഹൈലൈറ്റ്സ് തന്നെ. ഇതേ നോക്കിക്കേ, കാറ്റാടി യന്ത്രങ്ങൾ. ഈ കാറ്റാടി യന്ത്രങ്ങൾ കാണുവാനായിട്ട് മാത്രമാണ് ഈ റൂട്ടിലൂടെ ഞാനിന്ന് ടിക്കറ്റ് എടുത്തത് തന്നെ. ഇവിടെ ഒരു സ്റ്റേഷനുണ്ട്, ഗോമംഗലം. ഈ ഗോമംഗലം സ്റ്റേഷൻ കഴിഞ്ഞാൽ ഉടനെ 2 സൈഡിലും കാണാൻ പറ്റുന്നത് നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. ഈ റൂട്ടിൽ വന്നവർക്കറിയാം, ഈ സ്റ്റേഷൻ കഴിഞ്ഞാൽ ഉടനെ 2 സൈഡിലേക്കും ക്യാമറ പിടിച്ചാൽ മതി. കണ്ണിന് കുളിർമയുള്ള നല്ല അടിപൊളി കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കും. കണ്ടോ, എന്തു മനോഹരമായ കാഴ്ചയാണ്. കാറ്റാടിപ്പാടങ്ങൾ, 2 സൈഡിലും കാറ്റാടിപ്പാടങ്ങൾ, നടുക്കൂടെ റെയിൽവേ ട്രാക്ക്, അതിലൂടെ ഒരു ട്രെയിൻ യാത്ര. എന്ത് മനോഹരമായ ഒരു ജേർണിയാണ് ഈ റൂട്ടിലൂടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ കാറ്റാടിപ്പാടങ്ങൾ കണ്ടോ, എന്ത് നല്ല രസമായിട്ടുണ്ട്. ഇങ്ങനെ ഒരു റെയിൽ റൂട്ട് വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാമോ? തിരുനെൽവേലി സൈഡിലുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കാറ്റാടിപ്പാടങ്ങളൊക്കെ താണ്ടി നമ്മുടെ 3ാമത്തെ സ്റ്റോപ്പായ ഉടുമ്പൽപേട്ടയിലേക്കാണ് ഇപ്പോൾ ട്രെയിൻ എത്തിയിരിക്കുന്നത്. ഇവിടെ ഈ ട്രെയിന് 2 മിനിറ്റേ സ്റ്റോപ്പുള്ളൂ. ഈ സ്റ്റേഷനെ ഉടുമ്പൽപേട്ടയെന്നും പറയും, ഉടുമലയെന്നും പറയും. ഈ ഒരു സ്ഥലത്തെ അത്യാവശ്യം തിരക്കൊക്കെ കാണുന്നുണ്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷന്. അമരാവതി റിവറിൻ്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അമരാവതി റിവർ. പളനി സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പുള്ള ഒരു മനോഹരമായ കാഴ്ചയാണ്. 2 സൈഡിലും നല്ല രീതിക്ക് കച്ചടയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേ ട്രാക്കിൽ കോമൺ ആയിട്ട് കാണുന്നതാണ് ഈ ഒരു വൃത്തിയില്ലായ്മ. ഈ റെയിൽവേ ട്രാക്കിൻ്റെ 2 സൈഡിലുമുള്ള ഈ കച്ചടകളും ഈ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റും ഒക്കെ എടുക്കാനായിട്ട് റെയിൽവേ ഒരു ടീമിനെ ഫോം ചെയ്തിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും. പക്ഷേ നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡും കൂടെ മാറ്റാതെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടും ഒരു കാര്യമല്ല. അങ്ങനെ നമ്മുടെ 4ാമത്തെ സ്റ്റോപ്പായ പളനിയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പളനിയെക്കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സൗത്ത് ഇന്ത്യയിലെ തന്നെ വളരെ ഫേമസ് ആയ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് പളനി. പളനിയിലെ മുരുകൻ അറിയാമല്ലോ. ഫേമസ് ആയ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കേരളത്തിൽ നിന്ന് ദിനംപ്രതി ഒരുപാട് യാത്രക്കാരാണ് ഈ ട്രെയിൻ മാർഗം വന്നിറങ്ങുന്നത്. ഇതിൽ നല്ലൊരു ശതമാനവും തിരുവനന്തപുരത്തു നിന്ന് രാവിലെ വരുന്ന അമൃത എക്സ്പ്രസ്സിലായിരിക്കും. ഇവിടെ നമ്മുടെ ട്രെയിന് 3 മിനിറ്റാണ് സ്റ്റോപ്പുള്ളത് കേട്ടോ. ഈ സ്റ്റേഷൻ്റെ കോഡ് വന്ന് PLNI. ഞാൻ നേരത്തെ ഒരു ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ, അമൃത എക്സ്പ്രസ്.
ഇത് നമ്മളിവിടെ ക്രോസിങ്ങിനിട്ട് ആ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിനാണ് മധുരയിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന അമൃത എക്സ്പ്രസ്. അപ്പോൾ ഇവിടെ പളനിയിൽ നിന്നൊക്കെ തിരിച്ച് തിരുവനന്തപുരം സൈഡ് ആ തെക്കോട്ടൊക്കെ പോകാനുള്ളവർക്ക് ഈ ട്രെയിൻ സൗകര്യപ്രദമാണ്. കാര്യം രാവിലെ തൊഴുത് ഉച്ചയ്ക്കൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഈവനിങ് ഈ സമയത്താണ് ഈ ട്രെയിന്. പിന്നെ ഇങ്ങോട്ട് പളനിക്ക് വരാനും വേറൊരു മാർഗമുണ്ട്. തെക്ക് തിരുവനന്തപുരം ആ സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് ശബരി എക്സ്പ്രസ്സിൽ കയറി പാലക്കാട് ഇറങ്ങി നമ്മളിപ്പോൾ വരുന്ന ട്രെയിനിൽ കയറി പഴനി വരാവുന്നതാണ്. അതേമാതിരി വടക്ക് കോഴിക്കോട് അങ്ങോട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ മംഗലാപുരത്ത് നിന്ന് ചെന്നൈക്ക് വരുന്നൊരു എക്സ്പ്രസ് ഉണ്ട്. അതേ കയറി പാലക്കാട് വന്നൊരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പോകുന്ന ഈ ട്രെയിനിൽ കയറി പഴനി വന്ന് ഇറങ്ങാവുന്നതാണ്. 2 ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഡയറക്റ്റ് ട്രെയിനായ അമൃതയിൽ വന്ന് പഴനി വരാവുന്നതാണ്. പഴനിയിൽ നിന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, യാത്രക്കാരൊക്കെ വളരെ കുറവാന്ന് തോന്നുന്നു. ഒരു തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഒരു ഇത് നമ്മൾ തിരുപ്പതിയിലൊക്കെ പോകണമെങ്കിൽ കണ്ടിട്ടില്ലേ ആ തിരക്ക്, ആ ഒരു റഷോ കാര്യങ്ങളോ ഒന്നും പഴനി കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഏകദേശം 10 മിനിറ്റത്തോളം അമൃത എക്സ്പ്രസ്സിനെ കാത്ത് ക്രോസിങ്ങിന് കിടന്ന ശേഷം നമ്മുടെ ട്രെയിൻ ഇതേ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്തേക്കുവാണ്. അറ്റ് ദ സെയിം ടൈം 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അമൃത എക്സ്പ്രസ്സും എടുത്തിട്ടുണ്ട്. ഈ കിടക്കുന്ന മഞ്ഞ കളറിലെ ഈ വണ്ടിയുണ്ടോ, ഇതാണ് നമ്മുടെ റെയിൽവേയുടെ ഈ ട്രാക്കൊക്കെ മെയിൻ്റെനൻസിന് കൊണ്ടുവന്ന ഒരു വെഹിക്കിളാണ്. ഇതിൻ്റെ താഴെ കണ്ടോ, അത് വൈബ്രേറ്ററൊക്കെ ഉണ്ട്. ഈ മെറ്റലൊക്കെ അത് കറക്റ്റായിട്ട് കറക്റ്റ് ലെവലിനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ട്രാക്ക് മെയിൻ്റനൻസിന് ഉപയോഗിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ മെഷീനറിയാണ് ഈ സാധനം തന്നെ. ഇത് ചെറിയ JCB സെറ്റപ്പൊക്കെ കണ്ടോ അവിടെ, അടിപൊളിയല്ലേ? പഴനി കഴിഞ്ഞപ്പോഴത്തേക്കും വിശപ്പ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ട്രെയിനിൽ കൊണ്ടുവന്ന വടയും ചായയുമാണ്. വടച്ചേട്ടൻ പറഞ്ഞു ചട്നിയൊന്നും ഇല്ലെങ്കിൽ ഈ വട കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഒന്ന് കഴിച്ചു നോക്കുക. കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റുള്ള വട തന്നെയായിരുന്നു. പളനിക്കും ഡിണ്ടിഗലിനും ഇടയിലുള്ള ഒരു ചെറിയ സ്റ്റോപ്പാണിത്, ഉടച്ചാത്രം. ഇവിടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പുള്ളത്. ഈ സ്റ്റേഷൻ്റെ കോഡ് വന്ന് ODC. ആ ലോക്കോ പോകുന്ന ആ റൂട്ട് കണ്ടോ, ആ റൂട്ടാണ് കരൂർ സേലം പോകുന്ന റൂട്ട്. നമ്മളിപ്പോൾ ഡിണ്ടിഗൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ലോക്കോ റിവേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ വഴി വന്ന് ഇനി ആ വഴിയാണ് പോകുന്നത്. ഇപ്പോൾ ഡിണ്ടിഗലിൽ വന്നാൽ നമുക്കിപ്പം ലോക്കോ റിവേഴ്സ് ഉണ്ട്. മേ ബി നമ്മുടെ ലോക്കോ ആണോ ഈ കിടക്കുന്നതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഈ ലോക്കോ ആയിരിക്കാം ചിലപ്പോൾ ചെന്നൈയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഇവിടെ ഇട്ടേക്കുന്നത്. ഇവിടുന്ന് ലോക്കോ റിവേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ലോക്കോ ആയിരിക്കാം മിക്കവാറും ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതാണ് നമ്മുടെ 6ാമത്തെ സ്റ്റോപ്പായ ദിണ്ടുഗൽ ജംഗ്ഷൻ. ഇതൊരു മേജർ ജംഗ്ഷനാണ് ഈ റൂട്ടിലെ. ഒരു ലൈൻ വന്ന് മധുരയിലേക്കും ഒരു ലൈൻ വന്ന് തൃച്ചി റൂട്ടിലേക്കും ഒരു ലൈൻ നമ്മുടെ ഇപ്പോൾ വന്ന പൊള്ളാച്ചി പാലക്കാട് റൂട്ടും അടുത്ത ലൈൻ വന്ന് കരൂർ സേലം ഈറോഡ് റൂട്ടിലേക്കും വന്ന് മേജർ ഒരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് ഈ റൂട്ടിലെ ഈ സ്റ്റേഷനായ ഡിണ്ടിഗൽ ജംഗ്ഷൻ. ഡിണ്ടിഗൽ സ്റ്റേഷനിലെ ഒരു ഫുഡ് കോർട്ടാണിത്. ഇവിടെ ഈ സൈഡിൽ ഒരു അടിപൊളി ബേക്കറി ഉണ്ട്. ആ ബേക്കറിയിൽ എന്തൊക്കെ കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. റെയിൽവേ സ്റ്റേഷനിലെ ഒരു ബേക്കറിയാണ്. ഇവിടെ കണ്ടില്ലേ ഈ ബേക്കറിയിൽ എന്തൊക്കെ ഐറ്റം കിട്ടുന്നെന്ന്. നല്ല ക്രീം കേക്കുകൾ നിരത്തി വെച്ചിട്ടുണ്ട്, പിന്നെ സ്വീറ്റ്സുകൾ, വെറൈറ്റീസ് ഓഫ് തമിഴ്നാട്ടിൽ കിട്ടുന്ന കുറേ ഈ പൊരിച്ചതും വറുത്തതുമായ കുറേ സാധനങ്ങൾ, കേക്ക്, പിന്നെ ഒരു സൈഡിൽ പപ്സ്. അടിപൊളിയല്ലേ? ഞാൻ ഈ ബേക്കറിയിൽ നിന്ന് പപ്സ് പോലെ ഇരിക്കുന്ന എന്തോ ഒരു സാധനം, എനിക്കതിൻ്റെ പേരൊന്നും മനസ്സിലായില്ല, അവരെന്തോ പറഞ്ഞു. പിന്നെ ഒരു ക്രീം കേക്കും ഒരു കോഫിയും ഓർഡർ കൊടുത്തു. പപ്സ് പോലെ ഇരിക്കുന്ന എന്തോ ഒരു സാധനമാണ് ഞാൻ ഓർഡർ കൊടുത്തത്. അതിൻ്റെ പേരെനിക്ക് മനസ്സിലാവുന്നില്ല. അവർ ചൂടാക്കി തരാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടുന്ന് ഒരു ഫിൽറ്റർ കോഫി കുടിച്ചു, അപാര ടേസ്റ്റാണ്. സൂപ്പർ ഒരു ഫുഡ് കോർട്ടാണ്, വെജിറ്റേറിയൻ ആണ്. നിങ്ങളാരെങ്കിലും ഡിണ്ടിഗൽ സ്റ്റേഷനിൽ വരുവാണെങ്കിൽ ഈ ഫുഡ് കോർട്ട് ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കൂ. അപ്പം നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോ റിവേഴ്സലൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ കരൂർ സേലം ആ റൂട്ടിലേക്കാണ് ഇനിയും പോകുന്നത്. നമ്മുടെ ലോക്കോ കണ്ടോ, നേരത്തെ നമ്മൾ വന്നപ്പോൾ കണ്ട ഒരു ലോക്കോ ഇല്ലേ, ആ ലോക്കോ ആണ് ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ ആദ്യം വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ലോക്കോയുടെ നമ്പർ 22,250 കണ്ടല്ലായിരുന്നു. ഇതിൻ്റെ നമ്പർ കണ്ടോ, 22,666. അപ്പോൾ ലോക്കോ നേരത്തെ കണ്ട ലോക്കോ ആണ്. ഈ സെക്ടറിലെ ഒരു മെയിൻ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഇത്. NST3 കാറ്റഗറി വരുന്ന സദേൺ റെയിൽവേ മധുരൈ ഡിവിഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഡിണ്ടിഗൽ ജംഗ്ഷൻ. ഇവിടെ മൊത്തം 5 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്.
ഈ സ്റ്റേഷൻ്റെ കോഡ് വന്ന് DG എന്നാണ് കേട്ടോ. ഇനി നമ്മൾ പോകുന്ന റൂട്ടാണ് കരൂർ നാമക്കൽ സേലം റൂട്ട്. ഇനി അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് ആ റൂട്ടിലാണ് നമ്മളിപ്പോൾ യാത്ര ആരംഭിക്കാൻ പോകുന്നത്. കരൂർ കഴിഞ്ഞതും നമ്മുടെ ട്രെയിനകത്ത് ഡിന്നർ സെർവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ചേട്ടൻ്റെ നിന്ന് തന്നെയാണ് ഡിന്നർ വാങ്ങിയത് കേട്ടോ. ഇതാണ് എൻ്റെ ഡിന്നർ. ആ ട്രെയിനിൽ നിന്ന് വാങ്ങിയ മസാല ദോശയും പിന്നെ ആ ഡിണ്ടിഗൽ ജംഗ്ഷനിൽ നിന്ന് വാങ്ങിയ കേക്കും പിന്നെ പപ്സ് പോലിരിക്കുന്ന എന്തോ ഒരു സാധനം, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു സാധനം തന്നെ ആയിരുന്നു. പിന്നെ മസാല ദോശയാണെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ കേക്ക് അടിപൊളി. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പായ കരൂർ. ഡിണ്ടിഗലിന് ശേഷം വരുന്ന ഫസ്റ്റ് സ്റ്റോപ്പാണ് കരൂർ. ഇവിടെ നമ്മുടെ ട്രെയിനിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ സ്റ്റേഷൻ്റെ കോഡ് വന്നിട്ട് KRR. ഇത് സതേൺ റെയിൽവേ സേലം ഡിവിഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ മൊത്തം 5 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഇതൊരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആണല്ലോ, അതുകൊണ്ടാണ് 5 പ്ലാറ്റ്ഫോം. അപ്പോൾ കരൂരിൽ നമ്മുടെ ട്രെയിൻ ഓൺ ടൈമിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി സേലം ലക്ഷ്യമാക്കി നേരെ സേലത്തേക്ക്. ഇതേപോലെയുള്ള വേസ്റ്റിൻ്റെ കവറൊക്കെ ട്രെയിനിൻ്റെ എല്ലാ സൈഡിലും വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ യാത്രക്കാർ എല്ലാം പുറത്തേക്ക് വലിച്ചെറിയുള്ളൂ, അല്ലെങ്കിൽ സീറ്റിൻ്റെ അവിടെയൊക്കെ തന്നെ ഇടുകയുള്ളൂ. പഴയ ഒരു കോച്ചാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ അവസ്ഥ നോക്കി. 20 വർഷം പഴക്കമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? 20 വർഷമേ. നമ്മുടെ ട്രെയിനിൻ്റെ 8ാമത്തെ സ്റ്റോപ്പായ മോഹനൂർ റെയിൽവേ സ്റ്റേഷനാണിത്. ഇവിടെ ഈ ട്രെയിന് വെറും 1 മിനിറ്റ് മാത്രമാണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ സ്റ്റേഷൻ്റെ കോഡ് വന്ന് MONR എന്നാണ്. നമ്മുടെ കോച്ച് ഉണ്ടാക്കിയ വർഷവും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ICFE 2005 25/11/2005 ഉണ്ടാക്കിയ ഒരു പഴയ കോച്ചാണ് സതേൺ റെയിൽവേയുടെ. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ 9ാമത്തെ സ്റ്റോപ്പായ നാമക്കൽ. ഇവിടെ ഈ ട്രെയിന് വെറും 1 മിനിറ്റ് മാത്രമാണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ സ്റ്റേഷൻ്റെ കോഡാണ് NMKL. ഈ നാമക്കലിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലാദ്യം വരുന്നത്, എൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഇവിടെ മലയാളികൾ ഇവിടെ കോളേജുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മലയാളികൾ പഠിക്കുന്നതായിട്ട് എനിക്കറിയാം. കാരണം ഇവിടെ ഒത്തിരി കോളേജുകളുണ്ട്. നാമക്കൽ ഒരു ഫേമസ് സ്ഥലമാണ് കോളേജുകളൊക്കെ ഉള്ള. ഇവിടെ കോളേജിൽ പഠിച്ച ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഹായ് അടിച്ചേക്കൂ. ഈ സ്റ്റേഷനും സതേൺ റെയിൽവേ സേലം ഡിവിഷന്റെ അണ്ടറിൽ വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. നമ്മൾ വീഡിയോയുടെ ആദ്യം കണ്ടതാണ് ഈ ഡോറിന്റെ പ്രോബ്ലവും ഇലക്ട്രിക്കലിന്റെ പ്രോബ്ലവും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇവിടെ കോണ്ടാക്ട് ചെയ്യാൻ നമ്പറൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ട്രെയിനിന്റെ സേലം മെയിൻ ലൈനിൽ കയറുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് സ്റ്റോപ്പ് റാസിപുരം. ഇവിടെ നമ്മുടെ ട്രെയിന് 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഈ സ്റ്റേഷന്റെ കോഡ് വന്നിട്ട് RASP. അങ്ങനെ പാലക്കാട് നിന്നും 339 കിലോമീറ്ററുകൾ താണ്ടി നമ്മുടെ 11ാമത്തെ സ്റ്റോപ്പായ സേലം ജംഗ്ഷനിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ 339 കിലോമീറ്റർ താണ്ടാനായിട്ട് ഈ ട്രെയിൻ എടുത്തത് 6 മണിക്കൂർ 30 മിനിറ്റാണ്. സേലം എന്ന ഒരു ഡിവിഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കൂടിയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സതേൺ റെയിൽവേയിൽ ഉണ്ടാക്കിയ ഒരു ഡിവിഷനാണ്. പാലക്കാടിനെ വെട്ടിമുറിച്ചുണ്ടാക്കിയ ഒരു റെയിൽവേ ഡിവിഷൻ കൂടിയാണ് ഈ സേലം ജംഗ്ഷൻ. സതേൺ റെയിൽവേയുടെ അണ്ടറിൽ വരുന്ന ഒരു NST2 കാറ്റഗറിയിൽപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ സേലം ജംഗ്ഷൻ. ഇവിടെ മൊത്തം 6 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. മൊത്തം 180 ട്രെയിനുകൾ ഇതുവഴി പാസ് ചെയ്യും. 8 ട്രെയിനുകൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ സേലം ജംഗ്ഷൻ. സമയം രാത്രി 11 മണി ആയതുകൊണ്ടും ഉറക്കം വരാൻ തുടങ്ങിയതുകൊണ്ടും ഇനി അങ്ങോട്ട് മെയിൻ ലൈൻ ആയതുകൊണ്ട് കണ്ടു സുപരിചിതമായ റൂട്ടായതുകൊണ്ടും നമ്മുടെ ഈ ഒരു യാത്ര സേലം കൊണ്ട് നിർത്തുകയാണ്. ഇനി രാവിലെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണാം. വെള്ളം അടിച്ച് തീരുന്നതിന് മുമ്പേ നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. അധിക സമയമൊന്നും ഈ സേലം സ്റ്റേഷൻ ഈ ട്രെയിൻ നിർത്തിയില്ലായിരുന്നു. ടാങ്കൊക്കെ നിറയുന്നതിന് മുമ്പേ ട്രെയിൻ എടുത്തായിരുന്നു. അതുകൊണ്ടാണ് ടാങ്ക് ഒന്നും നിറയാൻ പറ്റാഞ്ഞത്. ഇനി ഉറങ്ങാനുള്ള സമയമാണ്. നമ്മുടെ കോച്ചിലെ ഒട്ടുമിക്ക ആൾക്കാരും ഉറങ്ങാനായിട്ട് കിടന്നു കഴിഞ്ഞു. ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഉറങ്ങാൻ കിടന്നാൽ മാത്രം മതി. നല്ല ക്ഷീണമുണ്ട്. ഇനിയിപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാണാം. രാവിലെ 4-5 ആകുമ്പോൾ ചെന്നൈ സെൻട്രൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ട്രെയിൻ ഓൺ ടൈമിൽ തന്നെ ചെന്നൈ സെൻട്രൽ പ്ലാറ്റ്ഫോം നമ്പർ 1 എത്തിയിട്ടുണ്ട്. കുറച്ചു നേരം ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷനിൽ പിടിച്ചിട്ടിരുന്നെങ്കിലും അത് ബിഫോർ ടൈമിലായതുകൊണ്ടായിരിക്കാം. പക്ഷേ സ്റ്റേഷനിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. എനിക്ക് ആശ്ചര്യമായൊരു കാര്യമുണ്ട്. നമ്മൾ പാലക്കാട് നിന്ന് കയറിയതും 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ, ചെന്നൈയിൽ വന്ന് ഇറങ്ങിയതും 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ. അത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ.
NST1 കാറ്റഗറിയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് ഇവിടെ ലഗേജ് മൂവ്മെന്റ് നല്ലപോലെ ഉണ്ട്. ഞാനൊരു 5 മിനിറ്റ് ഇരുന്നപ്പോൾ തന്നെ ഇങ്ങനത്തെ ബാറ്ററി റിക്ഷ അങ്ങോട്ടും ഇങ്ങോട്ടും ചരക്കുകൾ കയറ്റിക്കൊണ്ട് ഒരു 10-15 എണ്ണം തന്നെ ഇപ്പം തന്നെ പോയി കാണും. ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സദേൺ റെയിൽവേയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടാണ് ചെന്നൈ സെൻട്രൽ. സദേൺ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേഷനാണ് ചെന്നൈ സെൻട്രൽ. അപ്പം നിങ്ങൾക്ക് ട്രെയിനിലെ യാത്രകളും ഇന്ത്യൻ റെയിൽവേയും ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പം പാലക്കാട് നിന്ന് ചെന്നൈയിലേക്കുള്ള വളഞ്ഞു തിരിഞ്ഞ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ചെന്നൈ യാത്രയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.